Rise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. എങ്ങനെ പ്രകാശിപ്പാൻ സാധിക്കും? തേജോമനായ ക്രിസ്തു, തേജസ്വിന്റെ പ്രഭയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. സമയം പോകുന്നത് കൊണ്ട് നാലാമത്തെ നിസ്തുലത യേശു കർത്താവിനെ പറ്റി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. അവൻ പാപത്തിന്റെ പ്രായശ്ചിത്തമായി, അവൻ പാപപരിഹാരകനായി തീർന്നു. എത്ര മനോഹരമായ ഒരു അനുഭവം! നമ്മുടെ പാപത്തിന് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. എന്താണ് പാപം എന്ന് പറയുന്നത്? ദൈവത്തെ ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് മനുഷ്യന്റെ പാപം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. നന്മയും തിന്മയും അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ തിരിച്ചറിയാത്തവനായി മാറി. ലംഘനം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമുക്കറിയാമോ പാപം ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ അവസ്ഥ? റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തോടുള്ള സമാധാനം നമുക്ക് പോയി. ദൈവത്തോടുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്, ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രവേശനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഹൃദയത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. സ്നേഹം നഷ്ടപ്പെട്ടു പോയി. വെറും മനുഷ്യരായി, പാഴ്വസ്തുക്കളായി ഞാനും നിങ്ങൾ മാറി. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, പാപം ചെയ്ത് എല്ലാവരും ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ടു. അവൻ പാപത്തിന്റെ അനുഭവമായി മാറി. അതുകൊണ്ടാണ് പറയുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരണം എത്ര ദുഃഖകരമാണ്, സങ്കടകരമാണ്. എന്നാൽ നിന്നെ പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും വിടുവിപ്പാൻ യേശുക്രിസ്തുവിന്റെ നിസ്തുലത എബ്രായ ലേഖന കർത്താവോട് പറയുന്നു. അവൻ പാപപരിഹാര യാഗമായി കാൽവറി ക്രൂശിൽ എന്നേക്കുമായി നമുക്ക് വേണ്ടി മരിച്ചു. ഇതുപോലെ ആരുണ്ട്? എല്ലാവരുടെയും പാപത്തിന് വേണ്ടി മറുവിലയായി കൊടുക്കുന്നവൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നവൻ ആര്? ഈ നല്ല ഇടയൻ ആര്? അതാണ് നമ്മുടെ യേശുക്രിസ്തു. നിന്റെ പാപത്തിന് വേണ്ടി അവന്റെ ജീവൻ കാൽവറി ക്രൂശിൽ അർപ്പിച്ചു കൊടുത്തു എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത്രത്തോളം സ്നേഹിച്ച ഒരു ക്രിസ്തു, നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ നീ എങ്ങനെ മറന്നു പോകും? അതുകൊണ്ടാണ് പറയുന്നത്, 180-ാം സങ്കീർത്തനം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അതുകൊണ്ടാണ് 1 യോഹന്നാനിൽ പറയുന്നത്, പുത്രനുള്ളവന് ജീവനുണ്ട്.